വെൽക്കം ബാക്ക് ടു RJ വ്ളോഗ്സ്. അങ്ങനെ ഞങ്ങളുടെ 2 ദിവസത്തെ ശ്രീരംഗം സന്ദർശനത്തിന് ശേഷം ഞങ്ങളിപ്പോൾ പോകുന്നത് തമിഴ്നാട്ടിലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്, തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം. ഒരുപാട് ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് തഞ്ചാവൂരിലെ പ്രശസ്തമായ ബൃഹദീശ്വര ക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഡയറക്റ്റ് തഞ്ചാവൂർക്ക് ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഇത് ട്രെയിനിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രെയിൻ യാത്രയാണ് ഫ്രം തിരുച്ചിറപ്പള്ളി ടു തഞ്ചാവൂർ. സത്യം പറഞ്ഞാൽ എനിക്ക് ട്രെയിനിൽ കയറിയപ്പോൾ ഞാൻ പാലക്കാട്ടിൽ നിന്ന് കോഴിക്കോട് പോകുന്നൊരു ഫീലിംഗ് ആണ്. നമ്മൾ പാലക്കാട്ടിൽ നിന്ന് ഷൊർണൂർ വഴി കോഴിക്കോടൊക്കെ പോകുന്ന സമയത്തുള്ളൊരു വ്യൂ ആണ് നമുക്ക് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തഞ്ചാവൂർക്ക് പോകുമ്പോൾ കിട്ടുന്നത്. അതേപോലുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ്, കുറേ പുഴകൾ, കുറേ നദികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ താമസിക്കുന്ന ഹോം സ്റ്റേ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങൾ താമസിക്കുന്ന ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ വരാൻ വേണ്ടിയിട്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റാണ്. ഒരു 3 BHK അപ്പാർട്ട്മെൻറ്റ് നമ്മൾ എടുത്തത്. നമ്മുടെ സ്വന്തം വീട് പോലെ നമുക്ക് അവിടെ പെരുമാറാം. അവിടെ 2-3 ജോലിക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവർ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഫുഡിന് നമ്മൾ എക്സ്ട്രാ ചാർജ് പ്രൊവൈഡ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ കുളിയും ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞാൽ തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. ഇത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ശിവക്ഷേത്രമാണ്. ചോള രാജാവായ രാജരാജ ചോഴൻ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ്. 1010 നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രം ദ്രാവിഡ ശില്പകലയുടെ ഒരു ഉദാഹരണമായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടെ നമുക്ക് ചെരുപ്പുകൾ കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതിനകത്തൊരു കൗണ്ടറുണ്ട്. അവിടെ നമുക്ക് ചെരുപ്പുകൾ കൊടുത്തതിന് ശേഷം ക്ഷേത്രത്തിനകത്തോട്ട് നമുക്ക് കടക്കാം. വലിയ പടുകൂറ്റൻ മതിലോടുകൂടിയൊരു ക്ഷേത്രമാണ്. ഇത് മൊത്തത്തിൽ കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കരിങ്കല്ലിൻ്റെ ഒരു ചൂട് നമുക്ക് നടക്കുന്ന സമയത്ത് ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. വളരെ ഭീമാകരമായിട്ടുള്ള 2 വലിയ തൂണുകൾ പോലെ നമുക്ക് തോന്നും. സത്യം പറഞ്ഞാൽ ഈ ഒരു ബ്യൂട്ടി നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോഴേ സത്യത്തിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വീഡിയോയിൽ കൂടെ ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ നേരിട്ട് വന്ന് കാണുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭംഗി സത്യം പറഞ്ഞാൽ വർണ്ണിച്ചാൽ മതിയാവാത്ത ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ ഒരു കൊത്തുപണികളാണ് കേട്ടോ. ഈ കരിങ്കല്ലിൽ തീർത്ത കൊത്തുപണികളാണ്. ഇതിന് 2 സൈഡിലും നല്ല പച്ചപ്പും അതുപോലെ തന്നെ ഒരുപാട് മരങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊരു തിങ്കളാഴ്ചയാണ് പോയത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള തിരക്ക് നമുക്ക് കാണുന്നില്ല. കൂടുതലും ഇവിടെ ടൂറിസ്റ്റുകളായിട്ടാണ് വരുന്നത്. ഈ ഒരു ക്ഷേത്രം മെയിൻലി ഒരു ടൂറിസം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അല്ലാതെ നമ്മുടെ സാധാരണ ക്ഷേത്രങ്ങൾ കാണുന്ന പോലെ പൂജയും കാര്യങ്ങളൊന്നും ഇവിടെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് ടൂറിസ്റ്റുകളും ഒരുപാട് വിദേശികളും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാനൊക്കെ വരുന്ന കുറേ പേര് ഇവിടെ വരാറുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ വിസ്മയകരമായ ശില്പങ്ങളാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം തന്നെ 216 അടി ഉയരമുള്ളതാണ്. പിന്നെ ഇത് പുരാതന ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന ക്ഷേത്ര ഗോപുരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. പിന്നെ ഇവിടുത്തെ വിഗ്രഹം ഞാൻ പറഞ്ഞ പോലെ ശ്രീ ബൃഹദീശ്വരൻ്റെ ലിംഗവിഗ്രഹമാണ്. ഏകദേശം 13 അടി ഉയരമുള്ളതും അത്യന്തം ഭംഗിയുള്ളതുമാണ് ഈ ഒരു വിഗ്രഹം. പിന്നെ ഇവിടുത്തെ ഈ ഒരു വിഗ്രഹവും ഗോപുരവും നിർമ്മിക്കാൻ ഉപയോഗിച്ചത് കല്ലുകളുടെ ഉത്ഭവസ്ഥാനം അകലെ ആയതിനാൽ ഇത് എങ്ങനെ എത്തിച്ചു എന്നൊരു കാര്യം ഇപ്പോഴും അത് രഹസ്യമായിട്ട് ആരും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ ഒരുപാട് ചിത്രപ്പണികളോടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ വന്ന് കാണുമ്പോൾ ഭയങ്കര നമുക്കൊരു രസമുള്ളൊരു ഫീലിംഗ് ആണ്. പിന്നെ ഇവിടെ ഒരുപാട് മണ്ഡപങ്ങളുണ്ട്, നൃത്തമണ്ഡപം. ഇവിടെ നമ്മുടെ ശിവരാത്രി അങ്ങനെ ഒരുപാട് ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയത്ത് അതിലെല്ലാം ഒരുപാട് കൾച്ചറൽ ആക്ടിവിറ്റീസ് നടത്താറുണ്ട്. പിന്നെ ഈ ഒരു ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ദർശനത്തിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം കൂടെ പോയിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു വൈകുന്നേരത്താണ് കൂടുതൽ കാണാൻ ഭംഗിയെന്ന്. സത്യമായിട്ടും ശരിയാണ്. നമുക്ക് രാവിലെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ക്ഷേത്രം കംപ്ലീറ്റ് കല്ലുകൾ നിർമ്മിച്ച ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ചൂട് ഫീൽ ചെയ്യും. ചൂട് നമ്മുടെ നാടിൻ്റെ പോലത്തെ ഫീലിംഗ് അല്ല. നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ കാലൊക്കെ ഒന്ന് ചുട്ടുകൊള്ളാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ക്ഷേത്രത്തിനകത്ത് നമുക്ക് ഷൂസും ചെരുപ്പൊന്നും അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡേ ടൈമിൽ ക്ഷേത്രം കാണാനൊക്കെ നല്ല രസമാണെങ്കിൽ തന്നെ നമ്മൾ നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂട് കാരണം
നമുക്ക് അധികം നടക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കരുതി ഈവനിങ് ഒരു 5 മണിക്ക് ശേഷം വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ഈവനിങ് ഒരു സായനത്തിൽ ഒരു കാഴ്ചയാണ്. ഈ ഒരു കാഴ്ച വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. നമുക്ക് മതിലുകളെല്ലാം ചുറ്റും ദീപാലംകൃതമായിട്ടുള്ള മതിലുകളും അതുപോലെ തന്നെ ഗോപുരങ്ങളൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണുമ്പോൾ നമുക്ക് നല്ലൊരു ട്രീറ്റാണ് കണ്ണിന് വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഒരു പശു മേയുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ഈവനിങ് ആണ് വരുന്നത്. ബിക്കോസ് ഡേ ടൈമിൽ നമുക്കറിയാം ചൂടായതുകൊണ്ട് തന്നെ ആൾക്കാർ അധികം പ്രിഫർ ചെയ്യാറില്ല. പക്ഷേ ഇവിടെ ഞാൻ കേട്ടത് നമ്മൾ ഒരു മോർണിംഗ് 6 to 8:30 വരെയാണ് ഇതിൻ്റെ ടൈമിംഗ്. അതായത് നമ്മുടെ അമ്പലം അടയ്ക്കുന്ന ടൈം 8:30 വരെയാണ്. അപ്പോൾ 8:30ക്കുള്ളിൽ നമ്മൾ വൈകുന്നേരം 8:30ക്കുള്ളിൽ നമ്മൾ തൊഴുത് പുറത്ത് വരണം, ഇല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് പെടും. സത്യം പറഞ്ഞാൽ സായന കാഴ്ച എന്ന് പറയുമ്പോൾ വളരെ നമ്മളൊരു കൊട്ടാരത്തിലൊക്കെ വന്നൊരു ഫീലിംഗ് ആണ്. പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിലെ ചുറ്റും കണ്ടോ മതിലുകളോടുകൂടിയ കുറേ കൽമണ്ഡപങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് നല്ലൊരു വൈബാണ്. നമുക്കൊരു ഈ ഒറ്റക്കൽ മണ്ഡപം എന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭംഗി ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പറ്റിയ ടൈം എന്ന് വെച്ചാൽ ഈവനിങ് ടൈമാണ്. കൂടുതൽ നമുക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ വേറൊരു ലോകത്ത് നമ്മൾ എത്തിപ്പെടും. ഒരു ദേവലോകം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലിംഗ് ഒക്കെയാണ് എനിക്ക് ഇവിടെ വരുമ്പോൾ കിട്ടിയത്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പേര് ഇന്ത്യക്ക് പുറത്ത് ടൂർ പോകുന്നു, എന്താ പറയുക, എൻജോയ് ചെയ്യാനൊക്കെ പോകുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും പഠിക്കാനുണ്ട്. ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൽ പഠിച്ചൊരു കാര്യമാണ് അല്ലേ. പക്ഷെ അതൊക്കെ നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോൾ അതിൻ്റേതായ ഒരു എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഞങ്ങൾ ശ്രീരംഗത്തുണ്ടായിരുന്നു, അതുപോലെ തന്നെ അവിടെ തന്നെ മലയക്കോട്ട എന്ന് പറഞ്ഞിട്ട് വേറൊരു അമ്പലം ഉണ്ടായിരുന്നു, പിന്നെ തഞ്ചാവൂർ വന്നു. എനിക്ക് ഈ 3 എണ്ണത്തിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 3 സ്ഥലങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്നെക്കൊണ്ട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തഞ്ചാവൂർ ഇഷ്ടപ്പെട്ടത്. എന്താ വെച്ചാൽ ഇവിടെ വരുമ്പോൾ നമുക്ക് വലിയൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടാറുണ്ട്. അധികം ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു അമ്പലമാണ്. ഇപ്പോൾ ശ്രീരംഗം എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ക്രൗഡഡ് ആണ്. ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചൊരു ട്രിപ്പായിരുന്നു ഈ ഒരു ട്രിപ്പ്. ശ്രീരംഗം, മലയക്കോട്ടെ, തഞ്ചാവൂർ, ഇതൊക്കെ എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ലൈഫിൽ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എല്ലാവരും വന്ന് കാണണം. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ് അല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് തഞ്ചാവൂർ എനിക്ക് വീണ്ടും വരണം. തീർച്ചയായിട്ടും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് തഞ്ചാവൂരെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് തഞ്ചാവൂരിനെ കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് DM ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗുഡ് ബൈ.